കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ആരാധന നടുവിൽ നമ്മുടെ മുമ്പിൽ ഇറങ്ങി വരുന്നു. ആ മകത്തെ നമ്മൾ കാണുമ്പോൾ പിന്നെ നമുക്കറിയാം, തിരുവനം പറയുന്നു, ആ ദൈവമായിട്ട് നമുക്ക് കാര്യമുള്ളത്. ആമേൻ. കർത്താവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അതിന് മുമ്പ് ആരെല്ലാം കണ്ടിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ പുറകിലേക്ക് മാറ്റി നിർത്തും. നമ്മൾ കർത്താവിനെ കാണാത്തതിന്റെ കുഴപ്പമാണ്, നമ്മുടെ മുമ്പിൽ പലരും നമുക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവര് നമുക്ക് വിഷയമാണ്, ഇവര് നമുക്ക് വിഷയമാണ്, സാഹചര്യങ്ങൾ നമുക്ക് വിഷയമാണ്. പക്ഷെ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ, നമ്മുടെ വ്യക്തികളുടെ മുമ്പിൽ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം മാറിപ്പോകാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ നമ്മളിന്ന് വന്നിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പല പ്രതിസന്ധികളുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ മുമ്പിൽ പലതും ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ കുറിച്ച് എല്ലാം നമുക്ക് തിരിച്ചറിവുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന ഈ ആരാധനയിൽ, ഈ ആമേൻ, ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആമേൻ കാഴ്ചപ്പാട് മാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നിരൂപണം മാറുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ മാറുക. കാരണം എന്താ? അതിന് പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് നമ്മൾ അറിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ കർത്താവിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നൊരു വിടുതലും പ്രാപിച്ചിട്ട് വീട്ടിൽ പോകുന്നുള്ളതല്ല. ആമേ, സ്തോത്രം ചെയ്യുന്നു. നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. ആമേ, നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം, ആമേ, സ്തോത്രം, അതതിന്റെ സമയത്ത് ഭംഗിയായി നിറവേറ്റി തന്നു നമ്മളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. പക്ഷെ നമ്മളെ ചിലരൊക്കെ സംബന്ധിച്ചിടത്തോളം കർത്താവ് കൂടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവല്ല നമുക്ക് വിഷയം, നമ്മുടെ മുമ്പിൽ ആമേ വന്നിരിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ് വിഷയം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആമേ, കർത്താവിനെ കാണാൻ കഴിയുന്നില്ല, കർത്താവിന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ കഴിയുന്നില്ല. ആമേ, കർത്താവിനും നമുക്ക് തമ്മിൽ പലതും വന്ന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ. പാടുന്നുണ്ടെങ്കിലും സന്തോഷമില്ല, ആരാധിക്കുന്നുണ്ടെങ്കിലും ഏകാഗ്രതയില്ല. ആമേ, സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ. ഇങ്ങനെയെല്ലാം നമ്മുടെ സ്ഥിതി ആയിരിക്കുമ്പോഴും ദൈവം വ്യക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ വചനത്തിന്റെ ആമേ, സ്തോത്രം, ആഴങ്ങൾ എത്രയോ വലുതാണ്. ആമേ, സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്, അവങ്കിലേക്ക് നമുക്ക് പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇന്ന് നമ്മളിത് പറഞ്ഞ് ജനിച്ച ആളുമുതൽ ഇത് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ ആ വചനത്തിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കർത്താവിനെ നോക്കേണ്ടതുപോലെ നമുക്ക് ഇന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതാ, കർത്താവ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റണം. അങ്ങിരിക്കുന്നത് പോലെ നമ്മൾ അവനെ കാണണമെന്നാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും ഒരു ഭക്തന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? കർത്താവ്, ഞാൻ കാണേണ്ട എന്റെ ദൈവം, ഹല്ലേലൂയ, ഞാൻ നോക്കേണ്ട മുഖം അതെത്ര ശോഭയുള്ള മുഖമാണ്, അതെത്ര ഉന്നതമായിരിക്കുന്ന മുഖമാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ മുഖാമുഖം കാണാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്തുണ്ടായിരിക്കുന്ന വെളിപ്പാട് ഏതാണ്? കർത്താവ് നമ്മൾ എന്നും പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതര. അതിന്റെ അർത്ഥം എന്താ? ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് എന്നേ നോക്കിയതാ. ഹല്ലേലൂയ. എന്ന് ഞാൻ നോക്കിയിട്ട് ഇറങ്ങിയതാ. ഹല്ലേലൂയ. ആ വാക്യം ഒരു പുറകിലേക്ക് നമ്മളെ തള്ളിക്കളയുമ്പോൾ കർത്താവ് പറയുന്നു, ആമേ, സ്തോത്രം, നമ്മൾ ഓരോ ദിവസം കർത്താവിലേക്ക് അടുത്തടുത്ത് വരുന്നവർ നമ്മുടെ അകത്തെ വെളിപ്പാടെന്താ? കർത്താവ് അവനായിരിക്കുന്നത് പോലെ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദിവസം എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പോൾ തന്നെ അങ്ങനെ ഒരു ഭാവി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നും കർത്താവിനെ ആ വചനം പറഞ്ഞ്, ആ വചനം എന്താ നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിലേക്ക് അടുപ്പിക്കുക. ഇന്ന് ഈ ആരാധനയിൽ എത്ര പേർക്ക് വിശ്വാസം കണ്ടുകളെ പറയാൻ കഴിയും? എന്റെ കർത്താവിന്റെ മുഖം ഞാൻ കാണുന്നുണ്ട്. ആമേൻ. അവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനൊരു അനുഭവമൊക്കെ നമുക്ക് ആരാധന അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ ക്ഷണിച്ചു പോകും, നമ്മൾ തളർന്നു പോകും. നേരത്തെ പറഞ്ഞ നമ്മുടെ മുമ്പിൽ വന്നായിരിക്കുന്ന മതിലെല്ലാം അതേപോലെ നിന്നിട്ട് ആ മതിലിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പിന്നെ നമ്മൾ ഫൈറ്റാൻ തുടങ്ങും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ മതിലും സാഹചര്യങ്ങളെല്ലാം വിഷയം, നമ്മുടെ കണ്ണുയർത്തി കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. ദാവീദ് അങ്ങനെ ആ മല, ആമേ, സ്തോത്രം, ഹല്ലേലൂയ, മലയുടെ മുകളിലേക്ക്, ആമേ, സ്തോത്രം, പർവ്വതങ്ങളുടെ മുകളിലേക്ക് താൻ ഹല്ലേലൂയ കണ്ണുയർത്തിയപ്പോൾ അവൻ പറയുക, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവിന്റെ കരത്തിൽ. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ കരത്തിലാണ് എന്റെ ഭാവി ഇരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലായാൽ പിന്നെ നമുക്ക് എന്തിനാ ഭാരപ്പെടണം? നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്?
ഈ കർത്താവാണ് എന്നെ നടത്തുന്നത്, ആ കരമാണ് എന്നെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ശൂന്യതയില്ല. അത് നമുക്ക് ധൈര്യം തരുന്നതാണ്, അത് നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലെല്ലാം ദൈവത്തിന് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ അത് കാണാൻ നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല. ദൈവത്തിന്റെ വചനം അത് കാണാൻ നമ്മുടെ കണ്ണ് തുറക്കുന്നതാണ്. ഹല്ലേലൂയ. ഇതിന്റെ ഈ ആരാധനയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആവേശം നമ്മുടെ ഹൃദയം ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സാധാരണ സംഭവത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ആവേശത്തോടും ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറന്ന് കർത്താവ് ഒരുക്കിയിരിക്കുന്നത് കാണാൻ തയ്യാറാവുമ്പോൾ അത് കണ്ട് നമ്മൾ ഇതിൻ്റെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾക്ക് പിശാച് വലിയ സംഭവമായിട്ട് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളുടെ വിലയ്ക്ക് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുത്തുന്നത് അതൊക്കെ സിമ്പിളായിട്ട് നടക്കുന്നത് കാണാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവമുടെയാകും. ഹല്ലേലൂയ. ഈ പകലിൽ സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ ഹല്ലേലൂയ, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചത്. ഹല്ലേലൂയ. ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ കാണുന്ന വേറൊന്നുമല്ല, ഈ ദൈവം എനിക്ക് ആരാണെന്നുള്ള തിരിച്ചറിവാൻ നമുക്കുണ്ടാകും. ഈ ദൈവത്തിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിയുന്നത് നമുക്കുണ്ടാകും. ഹല്ലേലൂയ. എത്രയ്ക്ക് പറയാൻ കഴിയും, കർത്താവ് ഈ ദൈവത്തിന്റെ സങ്കേതമാണ്. ഈ ദൈവം എന്റെ കോട്ടയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ഈ കർത്താവിലായിത്തീരുക എന്ന് പറയുന്നത് എത്ര ഉന്നതകരമായിരിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. കർത്താവിൽ നമ്മൾ ആയിത്തീരുന്നത് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന എത്ര പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നോ, ഇനി എത്ര പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും അതിലൊന്നും അല്ല സംഭവിക്കുന്നത്. നമ്മൾ കർത്താവിലായിത്തീരുക. കർത്താവിലായിത്തീരുമ്പോൾ നമ്മൾ അതിമഹത്തായ നന്മയുടെ അവകാശികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരുന്നത് ഹല്ലേലൂയ. നമ്മുടെ സംഗീതമായി, നമ്മുടെ കോട്ടയായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ സൗഖ്യദായകനായി. ഹല്ലേലൂയ. നമ്മൾ ഈ പറയുന്നതെല്ലാം തിരിച്ചറിവിലും വിശ്വാസത്തിലുമാണെങ്കിൽ ആ പറയുന്ന വാക്കുകളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വിടുതലായി. നിങ്ങൾ ഏത് കണ്ടീഷനിലായിരിക്കുന്നുവോ ഈ കണ്ടീഷനിൽ ഇതിന്റെ അകത്തുനിന്ന് പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തിയിരിക്കും. നാം സ്വാതന്ത്ര്യത്തോടെ ഇതിനകത്ത് മടങ്ങി പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കർത്താവ് പറയാം, അവർ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇന്ന് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലതിലും എന്ത് ചെയ്യുക, സ്തോത്രം. ഇതൊക്കെ നമ്മുടെ വാക്തത്വമാണെങ്കിലും സ്തോത്രം നമ്മൾ പലതിലും കെട്ടപ്പെട്ട് കിടക്കുക. സ്തോത്രം ചെയ്യും. നമ്മൾ ഇന്ന് കേൾക്കുന്ന പോലെ പിശാച് നമ്മളെ പലതിലും ബന്ധിച്ചുകൊണ്ടിരിക്കും. റിസൾട്ട് എന്താ? സന്തോഷമില്ല, സമാധാനമില്ല, മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ഹല്ലേലൂയ. ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. ഈ ഏത് സ്ഥിതി നമ്മളായിരുന്നാലും കർത്താവിന്റെ ശബ്ദം ദൈവമുഖത്തേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ നന്മയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമുക്ക് ദിവസം വിളിച്ച് പറയാം, കർത്താവ് അങ്ങയുടെ സങ്കേതമാണ്, അങ്ങയുടെ കോട്ടയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ പ്രാണനാഥനാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. നമ്മളീ പാടുന്ന പാട്ട് ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു സ്ഥിതിയിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ സ്വതന്ത്രരാകും. ദൈവ സാന്നിധ്യം നിങ്ങളെ സൗഖ്യമാകും. നിങ്ങളിന്ന് നേരിടുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം നന്മയായി വെളിപ്പെടുവാനിടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. കർത്താവ് പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ മനസ്സോടെ ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ.